ഇനി നമുക്കിനി പോകേണ്ടത് തൃശൂരിലേക്കാണ്. തൃശൂർ CPIM-നെ വെട്ടിലാക്കി വീണ്ടും സാമ്പത്തിക അഴിമതി ആരോപണം. ജില്ലയിലെ പ്രധാന നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെയാണ്. DYFI ജില്ലാ സെക്രട്ടറി മുൻമന്ത്രി AC മൊയ്തീൻ അപ്പർ ക്ലാസ് ഡീലറാണെന്നും MK കണ്ണന് കോടികളുടെ സ്വത്തുണ്ടെന്നും DYFI നേതാവ് ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കും. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും. ഇവരൊക്കെ നല്ല പിടിക്കും. ഇവരൊക്കെ ഭയങ്കരമായിട്ടോ കണ്ണാട്ടം പോടാനോടി വെക്കും. കണ്ണം കൊളുത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണം കൊളുത്തി അനൂപ് AC നിസ്സാര ആൾക്കാരാണ്. പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസോടെ മുഖം നഷ്ടപ്പെട്ട തൃശൂർ CPIM-ന് കൂടുതൽ കുരുക്കാണ് പുറത്തുവന്ന ശബ്ദരേഖ. കരുവന്നൂർ കേസിൽ CPIM നേതാക്കളെ ED നിരന്തരം ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്ന സമയത്ത് DYFI നേതാക്കൾ തമ്മിൽ നടന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവന്നത്. ജില്ലയിലെ നേതാക്കളൊക്കെ വലിയ വലിയ ഡീലേഴ്സാണെന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തിക ലെവൽ മാറുമെന്നുമാണ് പരാമർശം. ശബ്ദ സന്ദേശം തന്റേതെന്ന് സ്ഥിരീകരിച്ച ശരത് പ്രസാദ് പറഞ്ഞത് 5 വർഷം മുമ്പാണെന്നും സമ്മതിക്കുന്നു. ശരത്, എന്തൊരു ഓഡിയോ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ വ്യാപകമായിട്ട്. മറ്റേ ഇവിടെ നടത്തല എന്റെ പ്രശ്നം ഉണ്ടല്ലോ, നിമിൻ ശ്രീനിവാസൻ. അപ്പൊ അതായി ബന്ധപ്പെട്ടുള്ള സാധനമാണത്. ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ആളുകൾ സംസാരിക്കുമ്പോഴത് ഇപ്പോഴൊന്നുമില്ല, 5 വർഷം മുമ്പത്തെ ഉണ്ടെങ്കിലും. ശബ്ദ സന്ദേശത്തിലുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നും ശരത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നുമാണ് CPIM ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇതേക്കുറിച്ച് ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. തൃശൂരിലെ CPIM നേതാക്കൾക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ DYFI നേതാവിന്റെ തന്നെ വാക്കുകളിലൂടെ പുറത്തുവന്നത്. കരുവന്നൂർ കേസിൽ സ്വയം പ്രതിരോധത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് പുതിയ വിവാദത്തെ പ്രതിരോധിക്കുക അത്ര എളുപ്പമാകില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അതായത് EDയും പ്രതിപക്ഷവും ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളാണ് ഇവിടെ ഇപ്പോൾ ശരിവെക്കുന്നത്. അത് CPIM-ലെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ശരിവെക്കുന്നതെന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരത് പ്രസാദിനോട് ഫോണിൽ സംസാരിച്ചത് നടത്തറ സഹകരണ ബാങ്കുകളിലെ അഴിമതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനാണ്. പുറത്തുവരാൻ കൂടുതൽ കാര്യങ്ങൾ ഇനിയുമുണ്ടെന്നാണ് നിബിൻ പറയുന്നത്. അതേസമയം ശബ്ദ സന്ദേശത്തിൽ സംശയമുണ്ട്, 100 രൂപയിൽ കൂടുതൽ തനിക്ക് ഒരു ബാങ്കിലും നിക്ഷേപമില്ല എന്നാണ് CPIM നേതാവ് MK കണ്ണൻ പ്രതികരിച്ചത്. ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതൽ ഒരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ശരത് പറയുന്നത്. 5 കൊല്ലം മുമ്പ് ഞങ്ങൾ രാത്രി സംഭാഷണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രശ്നം എന്താ? ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോയി. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. എനിക്കറിയില്ല, പറഞ്ഞില്ല, ഒരുത്തൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. അപ്പോൾ അവനൊരു ഓഡിയോ കൊടുത്തു. നിങ്ങൾക്ക് നല്ല മാർക്കറ്റായി. എന്നെ പട്ടി കടിച്ച വാർത്തയല്ല, ഞാൻ പട്ടി കടിച്ച വാർത്തയാണ്. അതപ്പോൾ നിങ്ങൾക്ക് ആവശ്യം. എപ്പോഴാണ് റെക്കോർഡ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 1.5 വർഷക്കാലത്തിനുള്ളിലാണ് ഇത് വന്നിട്ടുള്ള എൻ്റെ ഓർമ്മ. അതെൻ്റെ ശബ്ദം തന്നെയാണ്. ഇത് ആര് റെക്കോർഡ് ചെയ്തു, എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ മീഡിയയ്ക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ അതിലപ്പുറത്തുള്ള ശബ്ദം എൻ്റെ ശബ്ദം തന്നെയാണ്. അല്ല, അത് ശരത്തിൻ്റെ അഭിപ്രായമാണ്. ഞാൻ പാർട്ടിയുടെ അന്ന് ഏരിയ കമ്മിറ്റി മെമ്പറായിരിക്കാം. ഒരു ഏരിയ കമ്മിറ്റി അംഗമായ എന്നോട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശരത്താണ് അത് സൂചിപ്പിക്കുന്നത്. അതിനും വ്യക്തത വരുത്തേണ്ടത് ശരത് പ്രസാദാണ്. അല്ല, ആ സമയത്ത് ഈ സഹകരണ സംഘങ്ങളുടെ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയായി ഉള്ള സമയത്ത് തന്നെയാണ് ഈ സംസാരം ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വർത്തമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. MP ഗോവിന്ദന് പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നടപടി ഉണ്ടായില്ല. ആ നടപടി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ പരസ്യമായിട്ട് പ്രതികരിക്കണം എന്ന് തീരുമാനിച്ച് പരസ്യമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാർട്ടി ഔദ്യോഗികമായിട്ട് പുറത്താക്കി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും DYFI നേതാവിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണം, അടിയന്തരമായും ഇവർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ഞാൻ വളരെ കൃത്യമായും ഇവരുടെ സ്വത്തുമായി സംബന്ധിച്ച പരാതി, ഫോറിൻ മണി AC മൊയ്തീൻ കൈപ്പറ്റിയുമായി ബന്ധപ്പെട്ട് ഈ MK കണ്ണന് തൃശൂർ ജില്ലയിലുള്ള ബിനാമിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡോക്യുമെൻറ്റുകളടക്കം നിലവിൽ ഒരു അന്വേഷണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ രേഖകളും സഹിതം ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന നമ്മുടെ AC മൊയ്തീനെതിരായിട്ടും MK കണ്ണനെതിരായിട്ടൊക്കെ ED അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആ അന്വേഷണത്തിന് സഹായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൃശൂർ ജില്ലയിലെ CPM നേതൃത്വത്തെ ഇത്തരത്തിലുള്ള വഴിപെട്ട നീക്കത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകൾ ആരാണ് എന്ന് പുറത്തു കൊണ്ടുവരണം. CPM-ന്റെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുക എന്നുള്ളതാണ് മിനിമം ആ പാർട്ടി നേതൃത്വം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇതിനെല്ലാം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും മറുപടി പറയേണ്ടതായിട്ട് വരും.
ഇന്ന് വന്ന പ്രതികരണങ്ങൾ ഇതാണ്. നമുക്കൊപ്പം ജെയ്സൺ ചാമവളപ്പിലും സായ് കുമാറും SS ശരണം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം ജെയ്സൺ ചാമവളപ്പിലേക്ക്. ജെയ്സൺ ചാമവളപ്പിൽ CPIM പെട്ടിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? കാരണം പറഞ്ഞയാളും കേട്ടയാളും ഇക്കാര്യങ്ങൾ റിപ്പോർട്ടറിനോട് നമ്മുടെ ഫോണിലും അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിലുമൊക്കെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുനിന്നല്ല അകത്തുനിന്ന് തന്നെ ഇതൊക്കെ നടന്നിട്ടുണ്ട്. പണമിടപാടുകൾ, ഓരോരുത്തർക്കും പണം കിട്ടിയത് അല്ലെങ്കിൽ പണക്കാരായത്, അതേക്കുറിച്ചൊക്കെ അകത്തുനിന്ന് തന്നെ വരുന്ന ഈ വാചകങ്ങൾ അത് പ്രതിരോധത്തിലാക്കുകയല്ലേ പാർട്ടിയെ? സുജയ, ഇതുവരെയും പ്രതിപക്ഷവും അതുപോലെ തന്നെ EDM ഒക്കെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ ഒരേ കസേരയ്ക്ക് അപ്പുറത്തിരിക്കുന്ന ജില്ലാ സെക്രട്ടറിയെയും സംസ്ഥാന നേതാക്കളുടെയും തൊട്ടടുത്തിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം DYFIയുടെ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നതെന്നാണ് ഈ ഓഡിയോ സന്ദേശത്തിൻ്റെയും ഈ വെളിപ്പെടുത്തലിൻ്റെയും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതിലേറ്റവും വിചിത്രവും അല്ലെങ്കിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നതുമായ ഒരു കാര്യം, എങ്ങനെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന നേതാവ് തുടങ്ങി പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവ് എത്തുന്നതുവരെ ഓരോ ഘട്ടത്തിലും ഓരോ വളർച്ചയിലും എത്ര പണം വെച്ച് ലഭ്യമാകുമെന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ വ്യക്തമായി അവതരിപ്പിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി. SFIയുടെയോ DYFIയുടെയൊക്കെ ഏരിയ കമ്മിറ്റിയും സെക്രട്ടറിയൊക്കെ ആയാൽ 10,000 രൂപ ലഭിക്കും. അത് കടന്ന് ഓരോ സ്റ്റെപ്പ് കടന്നാൽ ഓരോ ലക്ഷം, 2 ലക്ഷം, അങ്ങനെ ലക്ഷങ്ങളുടെ കണക്കുകളിലേക്ക് എത്തുകയാണ്. അതിനേക്കാളേറെ ഞെട്ടിക്കുന്നത് ഇവിടുത്തെ സമുന്നതനായ 2 നേതാക്കൾ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്നും പണം കവർന്നു എന്ന് പച്ചയ്ക്ക് പറയുകയാണ് DYFIയുടെ നേതാവും ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശരത് പ്രസാദ്. കോടി കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ എന്ന വ്യക്തി കോടികളുടെ അധിപതിയായി മാറിയെന്ന് ശരത് പ്രസാദ് യാതൊരു അർത്ഥശങ്കയ്ക്കുമിടയില്ലാതെ പറയുന്നു. അതിലൊരു സംശയവും ആ വാക്കുകളിൽ ശരത് പ്രസാദിനില്ല. മറ്റൊന്ന് AC മൊയ്തീനെ കുറിച്ചാണ്. ഈ തൃശ്ശൂരിലെ വൻകിട കക്ഷികളുടെ വലിയ എലൈറ്റ് ക്ലാസിൻ്റെ ഡീലറാണ് AC മൊയ്തീൻ. ഇപ്പോൾ നിലവിൽ MLA ആണ്, മുൻപ് മന്ത്രിയായിരുന്നു. AC മൊയ്തീൻ എലൈറ്റ് ക്ലാസിൻ്റെ ഡീലറാണ് എന്ന് ഇതുപോലെ തന്നെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറയുന്നു. മറ്റൊന്ന് വർഗീസ് കണ്ടംകുളത്തി. അദ്ദേഹം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അയാൾ എന്തുമാത്രം ഡീലുകൾ ഇവിടെ നടത്തുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുക. ഇത്തരത്തിൽ അക്കമിട്ട് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വാങ്ങുന്ന പണത്തിൻ്റെ കണക്കുകൾ ഒരു സഖാവ് എന്ന് വിളിക്കേണ്ടിടത്ത് ഡീലർ എന്ന് വിളിച്ചുകൊണ്ട് ഈ പാർട്ടി, തൃശ്ശൂരിലെ പാർട്ടി കാശ് വാങ്ങിക്കുന്നവരുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നുവെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ശരത്ത് ആ ഓഡിയോയിൽ പറയുന്നു. പിന്നീട് ശരത്തിനോട് നമ്മൾ വിളിക്കുന്നു. ശരത് പറയുന്നു അതങ്ങനെ പറഞ്ഞു പോയി, അത് 5 വർഷം മുമ്പുള്ളതാണ് എന്നൊക്കെ ശരത് പറയുന്നുണ്ട്. നിസ്സഹായാവസ്ഥ പറയുകയാണ്. ഇത്തരമൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഈ അപ്പുറത്ത് നിന്ന് കേട്ടിരുന്ന, ഇതെല്ലാം ചോദിച്ചറിഞ്ഞിരുന്ന നിബിനും അത് സ്ഥിരീകരിക്കുന്നു. അതിനർത്ഥം പുറത്തു നിന്നല്ല അകത്തു നിന്ന് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇത് സംബന്ധിച്ച് നിയമ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസും BJP ഒക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുക, കഴിഞ്ഞ പഴയ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാമെങ്കിലും നിയമപരമായും അതുപോലെ തന്നെ സാങ്കേതികമായും ധാർമ്മികമായും CPM ഇക്കാര്യത്തിൽ അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ കഴിയില്ല. ഇതിനുള്ള കാരണം കോൺഗ്രസിൻ്റെയോ BJPയുടെയോ അല്ലെങ്കിൽ EDയുടെയോ ഉദ്യോഗസ്ഥരല്ല ഇത് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം കസേരയ്ക്ക് തൊട്ടപ്പുറത്തിരിക്കുന്ന ശരത് പ്രസാദ് എന്ന ജില്ലാ കമ്മിറ്റി അംഗമാണെന്നതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ് ജെയ്സൺ. സായ്കുമാർ കൂടിയുണ്ട് നമുക്കൊപ്പം. സായ്കുമാർ, ഗുഡ് ഈവനിംഗ്. CPIM ഇപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ജില്ലാ സെക്രട്ടറിയിലൂടെ കണ്ടു. നടപടിയെടുത്ത് ഇവരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തിക്കഴിഞ്ഞാലും ആ പറഞ്ഞ കാര്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. അന്നത്തെ 5 വർഷം മുൻപുള്ള കരുവന്നൂർ കേസ് ആക്റ്റീവായി നിൽക്കുന്ന സമയത്തെ സംഭാഷണമാണ്. ആ സംഭാഷണം പറഞ്ഞയാളും കേട്ടയാളും ശരിവെക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും പാർട്ടി? തീർച്ചയായും സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി വല്ലാത്തൊരു പെടലിലാണ് ഈ കേസിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. നേരത്തെ ജേസൺ സൂചിപ്പിച്ചതുപോലെ ഇത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള പാർട്ടി പ്രവർത്തകൻ പറഞ്ഞ വാക്കുകളല്ല ശബ്ദ സംപ്രേഷണമായി പുറത്തു വന്നത്. പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് ശരത്ത്. ആ ശരത്ത് ഒരു നേതാവുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അത് ശരത്ത് പോലും നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നിഷേധക്കുറിപ്പ് ഇടുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രതിനിധിയോട് കൃത്യമായി തന്നെ ശരത്ത് അത് സമ്മതിക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ് സംസാരിച്ചത് എന്ന് ശരത്ത് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ ചില നടപടികളെടുത്ത് മുഖം രക്ഷിക്കാനുള്ളൊരു നീക്കമാണ് പാർട്ടി നടത്തുന്നത്. ശരത് പ്രസാദിനോട് വിശദീകരണം തേടും എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. അപ്പോഴും പാർട്ടി പറയുന്നത് ഇത് 5 വർഷം മുൻപ് നടന്നതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം MK കണ്ണന്റെ പ്രതികരണവും ഇന്ന് വന്നിട്ടുണ്ട്. MK കണ്ണനെതിരെ
സർക്കാരിനെതിരെയാണ് രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഇതിൽ ശരത് പ്രസാദ് ഉന്നയിക്കുന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന എം കെ കണ്ണൻ ഇപ്പോൾ കോടിപതിയായി മാറിയിരിക്കുന്നു എന്നാണ്. അതിൽ എം കെ കണ്ണൻ പറയുന്നത് തന്റെ അക്കൗണ്ടിൽ ഒരു 100 രൂപ പോലും ഇപ്പോഴില്ല. തന്റെ എല്ലാ സ്വത്തുക്കളെക്കുറിച്ചും ED തന്നെ അരിച്ചു പെറുക്കിയതാണ്, എന്നിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം എം കെ കണ്ണനും തള്ളി പറയുന്നുണ്ട്. മറ്റൊന്ന്, തൃശ്ശൂരിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ AC മൊയ്തീനെ കുറിച്ചാണ്. മൊയ്തീൻ ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മൊയ്തീനെ കുറിച്ച് പറഞ്ഞത് അപ്പർ ക്ലാസിന്റെ ഡീലറാണ് എന്നുള്ളതാണ്. അതുവഴി കോടാനുകോടി സ്വത്തുക്കൾ പണം AC മൊയ്തീനും സമ്പാദിക്കുന്നുണ്ട്. അതോടൊപ്പം ഓരോ ഘട്ടത്തിലും നേതാക്കൾക്ക് പിരിവിലൂടെ ലഭിക്കുന്ന പണത്തെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത് എതിരാളികൾ ഇപ്പോൾ തന്നെ ആയുധമാക്കി കഴിഞ്ഞു. അനിലൊക്കെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കൾക്കെതിരെയൊക്കെ വലിയ ആക്ഷേപം കഴിഞ്ഞ കുറേ അതാണ് ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് സഹായകമാകുന്ന രീതിയിലേക്ക് ഈ കേസിലെ ഇപ്പോൾ വന്ന ഈ വെളിപ്പെടുത്തലുകൾ മാറുകയാണോ എന്നതാണ് അറിയേണ്ടത്.